ഷില്ലോങ്ങിലായിട്ടുള്ളത്. ഷില്ലോങ്ങിലെ രാവിലത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് നേരം വെളുക്കും. ഈ മേഘാലയ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം ആയതുകൊണ്ടാവാം ഇവിടെ ഒരു 6 മണിയാകുമ്പോഴേക്കും ശരിക്കും വെളിച്ചം വീഴും. നല്ല രീതിയിൽ ഇതാ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും ചെയ്യും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കൂരിരുട്ടാവുന്ന ഒരു പ്രത്യേക തരം സ്ഥലമാണ്. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡിൻ്റെ മാറ്റം കൊണ്ടാണോ സൂര്യനോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ തണുപ്പിലും വ്യത്യാസമുണ്ട്. രാവിലെ ഇവിടെ വലിയ തണുപ്പില്ല. ഞാനിപ്പോൾ ചെറിയൊരു ക്ലോത്ത് സെറ്റർ മാത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ രാത്രി നല്ല തണുപ്പാണ്, പെട്ടെന്ന് തണുപ്പാവും. അപ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ ഹോസ്റ്റലിലാണ് നടന്നത്, യൂത്ത് ഹോസ്റ്റൽ. 800 രൂപയുള്ള ഒരു റൂമിന്. അപ്പോൾ നിങ്ങൾ ഷില്ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയുടെ തലസ്ഥാനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് 800 രൂപയ്ക്ക് നിന്നിട്ട് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ട്രാവലിങ്ങിൽ കാണാനുള്ളത്. നിങ്ങൾ താമസിച്ച യൂത്ത് ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ സിറ്റി ഉണർന്ന് വരുന്നേ ഉള്ളൂ. ട്രാഫിക്കൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം എടുത്ത് പറയാതൊക്കെ പറയാം, വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ഇവിടെ ടൂറിസം ഒരു പ്രധാനപ്പെട്ട ഇവരുടെ വരുമാനം, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം രാവിലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു കടലാസ് കഷ്ണം പോലും ഈ ടൗണിൽ എവിടെയും കാണാനില്ല. ഷില്ലോങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഫുൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നല്ല ഭംഗിയിൽ ഓരോ ജംഗ്ഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഒരു വൈറ്റ് കോല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടിലാണ് ആ ട്രാഫിക് പോലീസ് കൺട്രോളിന് വേണ്ടിയിട്ട് അവിടെ നടുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ടൗൺ, അതാണ് ഷില്ലോങ്. പുറകിൽ നമുക്ക് കാണാം ഹിമാലയത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. നല്ല ക്ലീൻ ആക്കിയിട്ടിട്ട് വളരെ ക്വാളിറ്റി ഉള്ള റോഡാണ്. നമുക്കിവിടെ ഷില്ലോങ്ങിൽ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് രാവിലെ നല്ല വീതിയുള്ള റോഡിൽ ആൾക്കാരൊക്കെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ. നമ്മളിവിടെ രാവിലെ നോക്കുമ്പോൾ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടിട്ട് ഇറങ്ങിയാണ്. സൂര്യനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഒരു വിൻറ്റേജ് ലുക്കാണ് ഈ പള്ളിക്കുള്ളത്. കോൺക്രീറ്റ് ഒന്നും ചെയ്തല്ല, പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായിരിക്കാം. അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈല് കാണാം. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോഴാണ് കാണുന്നത്. അതേ കൾച്ചറാണ് അവർ മേഘാലയയിലൂടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ പുറമെ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ആ പള്ളിയുടെ ഭംഗി കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നാണ്. 1876 ഈ സെയിൻറ്റ് കത്തീഡ്രൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മേഘാലയയിലെ ഭാഷ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആക്സന്റിൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ ടെൻഷൻ വേണ്ട. നോർത്തിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വരാം. ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മദർ ടങ് പോലത്തെ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. റോഡിന്റെ സൈഡിൽ ഇത് പൂത്ത് നിൽക്കുന്ന ഒരു മരം കണ്ടോ? ഇത് ചെറി ബ്ലോസം എന്നറിയപ്പെടുന്ന മരമാണ്. ഇത് നവംബറൊക്കെ ആകുമ്പോൾ, നവംബർ ഡിസംബറിലാണ് ബ്ലൂം ചെയ്യുക. അതായത് ഇങ്ങനെ നിറച്ച് പൂക്കളോട് കൂടി നിൽക്കുക. ഇതിൻ്റെ കാലഘട്ടത്തിൽ ചെറി ബ്ലോസം സീസൺ, അതേപോലെ ചെറി ബ്ലോസം ഫെസ്റ്റിവലൊക്കെ നടത്തും. അത് കാണാൻ കൂടിയാണ് വന്നിട്ടുള്ളത്. ഇതൊരൊറ്റ മരമാണ്, പക്ഷേ ഈ നാട്ടിൽ 100 കണക്കിന് ഇങ്ങനത്തെ മരമുണ്ട്. ഇത് മുഴുവൻ പൂത്ത് നിൽക്കുന്ന സമയമാണ്. ബ്രിട്ടീഷുകാർ സ്കോട്ട്ലൻഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് ഈ സ്ഥലത്തിനെ വിളിച്ചിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അന്ന് അവർ ആ പേരാട്ടത്. സ്കോട്ട്ലൻഡുമായിട്ടാണ് അവർ ഇതിനെ താരതമ്യം ചെയ്തത്. അപ്പോൾ സ്കോട്ട്ലൻഡിലൊന്നും പോകാൻ സാഹചര്യമില്ലാത്ത ആൾക്കാർക്ക് മേഘാലയക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം യൂറോപ്യൻ ടച്ചുള്ള ഗ്രാമങ്ങൾ കാണാം, നഗരങ്ങൾ കാണാം. അതിൻ്റെ ഒരു ആർക്കിടെക്ചറും ഭംഗിയൊക്കെയാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഇങ്ങോട്ടൊക്കെ നമ്മളെ നാട്ടിലൊരാളെ കിട്ടിയിട്ടുണ്ട്. വാഴയാണ്. വാഴ ഇവിടെ ഉണ്ട് കേട്ടോ. വാഴയുടെ ഒരു കാര്യം ഷില്ലോങ്ങിൽ വരുന്നുണ്ട്. ഇവിടെയുള്ള മരങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു വീടിൻ്റെ മുന്നിലുള്ള ചെടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീടിൻ്റെ ഒരു അലങ്കാരമാണെന്നുള്ള കൃത്യം ബോധമുണ്ട്. തന്നെ വളരുന്നതല്ല, എല്ലാ ചെടിച്ചട്ടി. ഇവിടെ പിന്നെ തണുപ്പുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. നല്ല കളറാണ് ഇവിടുത്തെ പൂക്കൾക്കൊക്കെ. സാധാ ചെമ്പരത്തി തന്നെയാണ് നമ്മുടെ നാട്ടിലെ, പക്ഷെ അതിൻ്റെ ഭംഗി വേറെയാണ്. ഈ മുകളിലേക്ക് നോക്കി, ഇത് റോസാട്ടോ. റോസിൻ്റെ ചെടി എന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ പറയാം. ഇവിടെ റോസ് മരമാണ്. മേഘാലയയിലെ ട്രൈബ്സിൻ്റെ വസ്ത്രധാരണ രീതി ഇവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഖാസി എന്നുള്ളൊരു മേഘാലയൻ ട്രൈബിനെയാണ് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുള്ളത്.
അവരുടെ കൂടെ വേറെയും 2 ട്രൈബുകൾ കാണുന്നുണ്ട്. ആണും പെണ്ണുമായിട്ട് 3 തരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലുകളാണ് അതിലുള്ളത്. നടന്ന് നമ്മൾ ഷില്ലോങ്ങിൻ്റെ ആ ഹൃദയ ഭാഗത്തിലെത്തി. ഇവിടുത്തെ വെൽക്കം ടു ഷില്ലോങ് സ്മാർട്ട് സിറ്റി എന്നാണ് അവരെന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പഴയ മരിച്ചുപോയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിമയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളറിഞ്ഞ ഞാനാകെ വെളുത്തുപോയി. സൂര്യന്റെ വെളുത്തും തട്ടുമ്പോഴേക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ശരിക്കും നമ്മളാകെ ഇങ്ങോട്ട് ഒരു മഞ്ഞളിച്ച പോലെ ആയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ഇങ്ങനെ കളർ ടോണൊക്കെ മാറിക്കിടക്കുകയാണ് ഇവിടെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സ് കാണാം. ഇവിടുത്തെ ആ ഒരു ട്രൈബൽ കൾച്ചർ എങ്ങനെയാണ്, അവരുടെ പഴയ ജീവിതശൈലി, ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കി ഒരു 2 പ്രതിമകൾ അതിൻ്റെ കവാടത്തിൽ അവരെ ഒരുക്കി നിർത്തിയുള്ള ഒരാൾ വാളൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. വേറെ ആളെ കയ്യിൽ ഒരു പരിചയം വെട്ടുകത്തിയൊക്കെ ഉണ്ട്. ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവാടമാണ്. കാട്ടിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള മുള, അതേപോലെ ഈറ പോലുള്ള തനതായ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടാണ് ഇവിടെയുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ട്രൈ ഹിൽസ് അസംബിൾ എന്നുള്ള ഒരു പേരിലാണ് ഈ ഫെസ്റ്റിവൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 പ്രധാനപ്പെട്ട ട്രൈബുകളാണുള്ളത്. അവരുടെ ഒരു അസംബ്ലി അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ. ഇത് ഒരു കൂടാരം പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റേജാണ്. ഈ സ്റ്റേജും ഉണ്ടാക്കിയിട്ടുള്ളത് മുള കൊണ്ടാണ്. മുളയുടെ ഫ്രെയിമാണ് അതിനുള്ളത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മളെ നാട്ടിലൊക്കെ ടാർപോളിനൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഇവർ മുളയും ചൂടിയും അതേപോലെ ചണമൊക്കെ വെച്ചിട്ടാണ് സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പട്ടാളക്കാർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ ടാങ്കാണ് കേട്ടോ അത്. ഇതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, യുദ്ധം നടന്നതിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അത് വെച്ചിട്ടുള്ളതാണ്. പട്ടാളക്കാരുടെ ഒരു സാന്നിധ്യം ഇവിടെ ബോർഡർ ഏരിയ ആണ്. ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ സംസ്ഥാനമാണ്. ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയൊക്കെ ബോർഡറാണ്. എന്ത് രസം, ഇത്ര അടുത്തൊരു ടാങ്ക് കാണുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ടയറും അതിൻ്റെ ആ ഒരു ചങ്ങൽ, പീരങ്കി ഉണ്ട് കേട്ടോ അതിന്. ഇതാണ് ഇതിൻ്റെ മുൻവശം. അതിൽ ആ പീരങ്കി നോക്കി പഴയ ഒരു മ്യൂസിയം പ്രൊഡക്റ്റാണ്. പുരാവസ്തു ആയിട്ടുണ്ട്. ആളിപ്പോൾ പ്രവർത്തിക്കില്ല, എന്നാലും അതിവിടെ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട്. ഖാസി, ഗാരോ, ജൈൻഷ്യ ഇതാണ് 3 ട്രൈബുകളുടെ പേര്. അവരുടെ ആ 3 ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെഗാലിത്തിക് സ്റ്റോണാണിത്. മെഗാലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ശിലായുഗ കാലഘട്ടത്തിൽ തന്നെ ഈ ട്രൈബ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഖാസി ട്രൈബിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന മുകളിൽ, അതിൻ്റെ സ്തൂപത്തിന് മുകളിൽ ഉള്ളത് ഒരു കോഴിയുടെ ശില്പമാണ്. അത് ഒരുപാട് കാലം മുന്നേ ഇവിടെ ഉണ്ട്. ഇത് കോൺക്രീറ്റ് ആണെന്ന് ആരും വിചാരിക്കരുത്. ഇത് കല്ലാണ്. കല്ലുകൊണ്ട് വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഭാഗത്തിൻ്റെ, ഈ നാടിൻ്റെ തന്നെ ഒരു സിമ്പലാണ് ഈ 3 സ്തൂപങ്ങൾ. അത് ഇവിടുത്തെ 3 ട്രൈബിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ല. അത് ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ്. ഇതിനെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആരും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാന്ന് വിചാരിക്കരുത്. ഇത് ട്രൈബൽസ് പണിത് വെച്ചിട്ടുള്ള ഒരു കൂടാരാട്ടോ. ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് പോലെ അറേഞ്ച് ചെയ്തതാണ്. അതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലാണ്. ഒരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുല്ലാണ്. ഈ പുല്ല് മേഞ്ഞ ഒരു കെട്ടിടമാണത്. കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂടാരം എന്നൊക്കെയാണ് ഞാൻ പറയാം. ഇവിടെ നമുക്ക് വന്നിട്ട് ഇരിക്കാം, വിശ്രമിക്കാം. അതിൻ്റെ ചുമര് മുഴുവൻ മുള കൊണ്ടാണ് പണിതിട്ടുള്ളത്. മുള കെട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് വളരെ ചെറിയ മുളകളുണ്ട്. നല്ല കട്ടിയുള്ള മുളകളുടെ ഉള്ളിലൂടെ തുളച്ചിട്ട് ആ ചെറിയ മുളകൾ കയറ്റി ഇറക്കിയിട്ടുണ്ടാണ്. ഇത് പായൊക്കെ നെയ്തെടുക്കുന്ന പോലെ, വീവ് ചെയ്തെടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതേപോലത്തെ കാഴ്ചകൾ ഇവിടെയൊക്കെ കാണാം. ഷില്ലോങ് എന്നാണ് മേഘാലയക്ക് എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടത്. അപ്പോൾ ഇതൊരു ഹബ്ബാണ്. ഇവിടെ വന്നിട്ട് വേണം നമുക്ക് എല്ലാ സ്ഥലവും പോകാൻ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഉള്ള കാഴ്ചകൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ട്രാവൽ ഗുനിയയിലെ മേഘാലയയുടെ കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. ബൈ.